ഹലോ, വെൽക്കം ടു ത്രെഡ്സ് വേൾഡ്. അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഫ്രോക്കിൻ്റെത്. കട്ടിംഗ് പാർട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും. ആവശ്യമുള്ളവർക്ക് അതിൻ്റെ അകത്തുനിന്ന് നോക്കി കാണാം. ആദ്യം നെക്കിൻ്റെ ഫ്രണ്ട് ഭാഗം അറ്റാച്ച് ചെയ്യുന്നതിനായിട്ട് ഒരു പീസ് ജോയിൻ ചെയ്യുന്നുണ്ട്. നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ലൈനിങ് പുറത്ത് കാണാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മേൽഭാഗത്ത് നല്ല വശം ചേർന്നിട്ട് കിടക്കുന്ന അങ്ങനെ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്ന് കൈയിൻ്റെ അവിടെ മുതൽ ഷോൾഡർ ഇപ്പം ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നെക്കിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഇത് മറിച്ചിട്ട് വെക്കുക. അതുപോലെ ബാക്ക് വശവും കൈ ആദ്യം ഒന്ന് ജസ്റ്റ് ജോയിൻ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പം കൈക്ക് എക്സ്ട്രാ പീസ് കൊടുത്ത് മടക്കി തുന്നേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അതുപോലെ കഴുത്തിൻ്റെയും കൈയിൻ്റെയും ഭാഗത്ത് വി കട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കേവ് ഭാഗത്ത് മുറിച്ചൊന്ന് കൊടുക്കുക. അപ്പം ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫ്രോക്കിൻ്റെ ബാക്ക് വശത്ത് സിബ് അറ്റാച്ച് ചെയ്യുന്നതുണ്ട്. അതുകൊണ്ട് തന്നെ നേരെ പകുതിയായിട്ട് ബാക്കിലെ വശം എടുക്കുന്നുണ്ട്. ഇനി കൈയിൻ്റെ സൈഡ് ജോയിൻ ചെയ്തിട്ട് ജസ്റ്റ് അതൊന്ന് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് വേണം ഷോൾഡർ ഒന്ന് തുന്നിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് വേണം വെച്ചിട്ട് കഴുത്തൊന്ന് തുന്നിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഫ്രണ്ട് ഭാഗത്ത് ബാക്ക് വശത്തിൻ്റെ നല്ല ഭാഗം വരുന്ന രീതിയിൽ വെക്കുക. അതുപോലെ ആ ഒരു കൈ ഭാഗം മാറിപ്പോകാൻ പാടില്ല. ഇനി അങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്ത് അങ്ങനെ കഴുത്തൊന്ന് ജോയിൻ ചെയ്ത് മെല്ലെ എടുക്കുക. ഇതേപോലെ മറ്റൊരു ബാക്ക് ഭാഗവും വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പം ഷോൾഡറിൻ്റെ അവിടെ നൂല് അയ്യുന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നതല്ല. ഇനി അതിൻ്റെ ചുറ്റിലും ഒന്ന് അടിച്ചു കൊടുക്കുക. അതുപോലെ കൈയിൻ്റെ ഭാഗവും അടിച്ചു കൊടുക്കുക.
അടുത്തത് സിബ് അറ്റാച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു എക്സ്ട്രാ പീസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ രണ്ട് ഭാഗവും ഒരേപോലെ വരുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ടൈറ്റ് ചെയ്യാം. ശേഷം അതിൻ്റെ സൈഡ് ഭാഗം പുറത്ത് സിബ് കാണാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ നോർമൽ സിബാണ് ഉപയോഗിച്ചത്. ഇനി ഫ്രണ്ടിലെ ഭാഗത്ത് ഒരു ഭംഗിക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഒരു ലേസ് വെക്കുന്നുണ്ട്. സാധാ ഈ പീസിനെ കൊണ്ട് തന്നെ ആക്കുന്നത്. അതുപോലെ സൈഡിൽ കെട്ടാൻ വേണ്ടി രണ്ട് നാടയും വെക്കുന്നുണ്ട്. ഇത് തിരിച്ചിട്ടതിന് ശേഷം ഫ്രണ്ടിലെ ഭാഗത്ത് ലേസ് വെക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് താഴെ ചുരുക്കി വെക്കേണ്ടിയിട്ടായിട്ടുള്ള ഒരു പീസ് അവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ എല്ലാം കൂടെ കൂടിയിരിക്കുന്നത് പോലെ തോന്നും. അതുപോലെ നാട വെക്കുന്ന സമയത്തും പ്ലീറ്റ് വെക്കാൻ വേണ്ടി ഒരു സ്പേസ് വെക്കേണ്ടതുണ്ട്. അപ്പോൾ കുറച്ച് മേലെയായിട്ട് വേണം നാട വെക്കാൻ വേണ്ടിയിട്ട്. ചുരുക്കി വെക്കുന്ന ഭാഗം കുറച്ചൊന്ന് താഴെ സ്ഥലം വിട്ടതിന് ശേഷം വെക്കുക. അത് അടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയുമാണ് ഫ്രോക്കിൻ്റെ മോൾ ഭാഗം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ താഴത്തെ ചുരുക്ക് വെക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ലൈനിങ് വേറെ, അതുപോലെ മോളത്തെ ഭാഗം വേറെ ആയിട്ടാണ് ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ലൈനിങ്ങിൻ്റെ ചുരുക്കെടുക്കുക, അതുപോലെ അത് ജോയിൻ ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മളെ പുറത്തുള്ള ഭാഗം നല്ല വശം
അതുപോലെ തന്നെ ചുരുക്കിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ട് വേണം ബോഡി പാർട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെയും അതുപോലെ ബോഡീൻ്റെ അളവും കൃത്യമാണെന്ന് ശ്രദ്ധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ലെങ്കിൽ ചുരുക്കി വെക്കുന്ന സമയത്ത് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്താലും മതി. ഇനി ലൈനിങ്ങിൻ്റെയും അതുപോലെ നല്ല വശത്തിൻ്റെയും സൈഡൊന്ന് മടക്കി തുന്നുക. അതിനുശേഷം വേണം ബോഡിയിൽ വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്താലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം.